ഹലോ, ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ നമുക്ക് വളരെ രുചികരമായിട്ട് വീട്ടിലെ പാർട്ടിയിലൊക്കെ വിളമ്പാൻ പറ്റിയൊരു പാവയ്ക്ക കറിയാണ് കേട്ടോ. മുഴുവൻ നിറച്ച പാവയ്ക്ക കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാമല്ലോ. ഞാനിവിടെ 1 കിലോനോളം പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ഒരു ഇടത്തരം വലിപ്പമുള്ളതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. വലുതെടുക്കുന്നതിനെക്കാട്ടിലും ഈ ഒരു അളവിലുള്ളതായിരിക്കും നല്ലത്. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെയല്ല, ഈ ഒരു കറി വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഈ പാവയ്ക്ക നമ്മൾ മുറിച്ചെടുക്കുന്നില്ല, ചെറിയ കഷ്ണങ്ങളാക്കുന്ന ഒന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ ഈ 2 ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ വരിഞ്ഞെടുക്കണം, ഒരു ഭാഗം മാത്രം. അപ്പോൾ നല്ല പച്ച പാവയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ നമ്മളിങ്ങനെ ഒരു വിരൽ ഇതുപോലെ വെച്ച് ഈ കുരുവൊക്കെ മുഴുവനായിട്ടും എടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ എടുത്തിട്ടുണ്ട്, നല്ല മൂത്ത് വന്നിട്ടുള്ള കുരുവാണേ. അപ്പോൾ ഇങ്ങനെ മാത്രമാണ് കേട്ടോ പാവയ്ക്ക മുറിച്ചെടുക്കുന്നത്. അപ്പോൾ അതാ മുഴുവനായിട്ടും ഞാനിത് മുറിച്ചെടുക്കുകയാണ് കേട്ടോ, അത് മുഴുവനായിട്ടും. ഇനി ഇതിലേക്ക് വേണ്ട മസാല, ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചി ഇത്രയും മതിയാവും. പിന്നെ ഒരു 4 പച്ചമുളക്, 2 തക്കാളി, ഒരു പിടി മല്ലിയില, 3 സവാള, ഇത്രേ വേണ്ടുള്ളൂ. അപ്പോൾ ഇനി ഇത് നമ്മൾ അരിഞ്ഞൊന്നും സമയം കളയാതെ തന്നെ ഇത് എല്ലാം നമ്മളൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഒത്തിരി ചെറുതായിട്ടല്ല കേട്ടോ, ഈ ഒരു പരുവത്തിലാണ്. അപ്പോൾ ഇത് ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് വാങ്ങി ഉണ്ടാക്കും കേട്ടോ. ഇഞ്ചി ഇതുപോലെ 2ആയിട്ട് മുറിച്ചെടുക്കണം. ഇനി മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്ത് വരാം. അരച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കില്ലേ. അപ്പോൾ ഇതിൽ മല്ലിയില മാത്രം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നമുക്ക് ഈ ഒരു പാവയ്ക്ക കിട്ടാനില്ലെങ്കിൽ വലിയ പാവയ്ക്ക വാങ്ങിയിട്ട് ഇതുപോലെ ഇതെല്ലാം മസാലയെല്ലാം ഇതുപോലെ ചെയ്തതിന് ശേഷം മുറിച്ചെടുത്ത് കറി വെച്ചാലും മതി. അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതാ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇരിക്കുക. ഇതിൽ നമ്മൾ തക്കാളി ചേർത്തുകൊണ്ടാണ് കേട്ടോ കുറച്ചിങ്ങനെ വെള്ളമായിട്ടിരിക്കുന്നത്. ഇനി 1.5 സ്പൂണോളം മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ച് നല്ലതാണ്. 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് കസൂരി മേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കസൂരി മേത്തി ഉലുവേലയാണ്, ഇതില്ലെങ്കിൽ ഉലുവാപ്പൊടി ഒരു 1/4 സ്പൂണോളം ഇട്ട് കൊടുക്കാം. ഇനി 1/2 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂണോളം കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതും കൂടെ ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ ഇത്. ഇനി ഇതെല്ലാം നമ്മൾക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഞാൻ ഇടയിലൊക്കെ നമ്മൾ വീഡിയോ ഇടാൻ വിട്ടു പോകാറുണ്ട് കേട്ടോ. വിട്ടു പോകുന്നതെല്ലാം നമ്മുടെ ധന്യാസ് കിച്ചൻ്റെ പണി നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് വിചാരിച്ച സമയത്തൊന്നും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പുതിയ കിച്ചണായിട്ട് ആദ്യമായിട്ട് ഒരു കിച്ചൺ ടൂറൊക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് വളരെ പരിമിതമായ സ്ഥലത്ത് നിന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. ഇടയിലൊക്കെ വീഡിയോ ഞാൻ ഇട്ട് പോകാറുണ്ട്, അത് ഇതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പാവയ്ക്ക ഇങ്ങനെ വരിഞ്ഞെടുത്തിരുന്നല്ലോ, ഒരു ഭാഗം മാത്രം വരിഞ്ഞ് ഇതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ എടുത്ത് കളഞ്ഞിരുന്നല്ലോ, ആ പാവയ്ക്കയാണ് കേട്ടോ അത്. അപ്പോൾ ഇനി ഈ പാവയ്ക്ക ഇതുപോലെ തന്നെ എടുത്തതിന് ശേഷം നമ്മൾ വരിഞ്ഞ ഭാഗം ഉണ്ടല്ലോ, വരിഞ്ഞ ഭാഗം ഇതാ കുറച്ച് ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇനി ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു സൈഡ് ഇതുപോലെ വായ പൊളന്ന് പോകുമ്പോൾ പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളത്തിൽ വന്നിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ വാടിയിരിക്കും. ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ 1 സ്പൂൺ മസാല ഇതിനുള്ളിൽ നിറച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു മസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം കയ്പൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളിൽ നിറച്ച് കൊടുക്കുന്നത് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാവയ്ക്ക മസാലയാണ് ഇത്. ഒരു തവണ ഉണ്ടാക്കി നോക്കിയാൽ മതി, എല്ലാവർക്കും ഇഷ്ടമാവും. പാവയ്ക്കയുടെ കയ്പൊന്നും ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും. ഒട്ടും കയ്പുണ്ടാവില്ല കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ മുഴുവനായിട്ടും ഈ പാവയ്ക്കയുടെ ഉള്ളിലൊക്കെ ഈ മസാല ഇതുപോലെ നിറച്ച് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഈ മസാല ഇവിടെ ബാക്കിയുള്ളത് നമുക്ക് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ അതാ മസാലയൊക്കെ നിറച്ച് ഇതുപോലെ ഒന്ന് ഇങ്ങനെ അടച്ച് വെച്ചിട്ടാണുള്ളത്. ഉള്ളിൽ കണ്ടോ ഇത്രയും മസാലയുണ്ട്. ഇതുപോലെ നല്ലോണം നിറച്ചതിന് ശേഷം നമുക്ക് ഈ മസാല ആവശ്യമാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പോളം തൈരാണ് കേട്ടോ. നല്ല കട്ടിയുള്ള തൈരൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കട്ടയൊക്കെ ഉടഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ സവാള ഒക്കെ അരച്ചെടുത്ത അതേ മിക്സിയുടെ ജാറിൽ തന്നെയാണ് കേട്ടോ. ഇനി ഞാനിവിടെ
ഒരു കടായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി കേട്ടോ അത് കുക്ക് ചെയ്യുന്ന സമയത്ത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും 1/2 സ്പൂണോളം ചെറിയ ജീരകം ക്യൂമിൻ സീഡും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ക്യൂമിൻ സീഡ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പാവയ്ക്ക ഉണ്ടല്ലോ, ആ പാവയ്ക്ക ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇതിൽ കിടന്നൊന്ന് ഫ്രൈ ആയി വരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് കുക്കായി വരണം. നമ്മളിതൊന്നും മുറിച്ചിട്ടൊന്നും ഇല്ലല്ലോ, ചെറിയ കഷ്ണങ്ങളാക്കാതെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ മുഴുവനായിട്ടും ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നല്ലൊരു മണമാണ് കേട്ടോ. പാവയ്ക്ക നമ്മൾക്ക് എങ്ങനെയാണോ നമ്മൾ പാവയ്ക്ക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു രുചിയും മണമൊക്കെ ശരിക്കും അതിശയിക്കുന്ന രീതിയിലുള്ളൊരു കറിയാണ് കേട്ടോ. ഇനി ഇതൊരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ തുറന്ന് നോക്കിയപ്പോൾ ഒരു സൈഡൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, കുക്കായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം തന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലിങ്ങനെ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് കാണാൻ പറ്റും ഒരു സൈഡൊക്കെ അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിലൊക്കെ കുക്കാവണമെങ്കിൽ നമുക്ക് ഇത് കുറച്ചും കൂടെ പണിയുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ പാവയ്ക്കയ്ക്ക്. ഇനി മുഴുവനായിട്ടും മറിച്ചിട്ടതിന് ശേഷം വീണ്ടും 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ 2 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും പാവയ്ക്കയുടെ കളറൊക്കെ മാറി അത്യാവശ്യം ഒരു നല്ല രീതിയിൽ ഇത് കുക്കായി വന്നിട്ടുണ്ടാവും കേട്ടോ. ഒട്ടും തന്നെ അടിയിലൊന്നും പിടിക്കില്ല. അപ്പോൾ ഇനി ഇതാ സൈഡൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ പാവയ്ക്കായിരിക്കുക. ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല രുചിയാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഈ കടായിൽ നിന്ന് മാറ്റാം. എല്ലാം അത് നമുക്ക് എടുത്ത് മാറ്റണം കേട്ടോ. 1-2 എണ്ണമൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് വായപ്പൊളന്ന് അതിൻ്റെ മസാലയൊക്കെ ഒന്ന് പുറത്തേക്ക് വരും. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇനി ഇതാ മുഴുവനായിട്ടും ഞാനിത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല നിറച്ചില്ലേ പാവയ്ക്കയുടെ, അതിൻ്റെ ബാക്കി മസാലയാണ് കേട്ടോ അത്. അപ്പോൾ ഇതിനും കൂടെയുള്ള മസാലയാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ മസാല മുഴുവനായിട്ടും ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ അതാ ലോ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വേണം നമ്മൾ ഇതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല കളറാണ്. ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തൈരാണ് കേട്ടോ. നമ്മളൊന്ന് ഉടച്ച് വെച്ചതാണ്, ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്ത തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ തൈര് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. തൈര് ഒരിക്കലും പിരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിള വരുന്ന വരെ ഇങ്ങനെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ആ ഒരു സമയം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം, 1/2 സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കണം. നമ്മളിത് ഗ്രേവിക്കായിട്ടാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഈ ഒരു രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നമുക്കിങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റും തൈര് എങ്ങനെ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഓരോ സൈഡിലായിട്ടാണ് വരിക കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ട് തിളയൊക്കെ വരുന്നുണ്ട്, എണ്ണയൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് കണ്ടോ, എണ്ണയൊക്കെ ഇതിൻ്റെ മേളിൽ നിൽക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള പാവയ്ക്ക ഉണ്ടല്ലോ, ആ പാവയ്ക്ക ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ തിളയൊക്കെ വരുന്നുണ്ട്. ഇനി തിളച്ചാലും കുഴപ്പമില്ല, നമുക്കത് പെട്ടെന്ന് അങ്ങ് തിളയ്ക്കുമ്പോഴാണ് ഇതിന് പിരിഞ്ഞ് പോവുക. അപ്പോൾ അത് പാവയ്ക്ക മുഴുവനായിട്ടും ഇതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല മണമാണ്, ഒട്ടും തന്നെ കയ്പ്പുണ്ടാവില്ല കേട്ടോ. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, നാനിൻ്റെ കൂടെ, അതുപോലെ സാധാരണ നമ്മുടെ നാടൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഇനി ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ കയ്പ്പയ്ക്ക ഒന്നിങ്ങനെ പൊട്ടിപ്പോവാത്ത രീതിയിൽ ഇതുപോലെ ഇളക്കിയാൽ മതി. ഞാനിത് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സൂപ്പർ കറിയാണ് കേട്ടോ. കാരണം എൻ്റെ മക്കളൊക്കെ ഈ കറി ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാറുണ്ട്. ഒട്ടും കയ്പ്പുണ്ടാവില്ല. ഇതൊരു 3 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ 3 മിനിറ്റിന് ശേഷം കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് പാവയ്ക്ക ഇരിക്കുക കണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇനി നമ്മൾക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മല്ലിയില ഒന്ന് അരിഞ്ഞെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ പണി. പാവയ്ക്ക മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും അതിശയിച്ച് പോകുന്നൊരു കറിയാണ്. നമ്മളിതിൽ തൈര് ഒഴിച്ചത് കൊണ്ട് തന്നെ പാവയ്ക്കൊക്കെ ഒട്ടും
ഒട്ടും തന്നെ കയ്പുണ്ടാവില്ല കേട്ടോ. നല്ല മണമൊക്കെയാണ് കേട്ടോ ഈ ഒരു കറിക്ക്. കണ്ടോ, പാവയ്ക്ക കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ഒരിക്കലും കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും കേട്ടോ. പിന്നെ അതുമല്ല, ഈ തൈരിൻ്റെ പുളിയൊക്കെ പാവയ്ക്കയിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് കഴിക്കാനൊരു പ്രത്യേക രുചിയാണ് കേട്ടോ, പ്രത്യേകിച്ച് നമ്മുടെ നാടൻ ചോറിൻ്റെ കൂടെയൊക്കെ. അപ്പോൾ ഇത് പാവയ്ക്കായും മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് ഇതിലിങ്ങനെ പുരണ്ടിരിക്കുന്ന രീതിയിലാണ് പാവയ്ക്ക ഇങ്ങനെ അടുക്കി വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇനി ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ട് ഈ പാവയ്ക്ക മസാല എന്ന്. കണ്ടോ, ഈ ഒരു രീതിയിലാണ് ഇരിക്കുക കേട്ടോ. എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അധികം ഗ്രേവിയൊന്നുമില്ലാതെ ഈ ഒരു രീതിയിലാണ് കേട്ടോ. പാവയ്ക്ക ഇഷ്ടമില്ലാത്ത കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കാം കേട്ടോ. വളരെ ധൈര്യമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇടയ്ക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു ദിവസം എനിക്ക് നല്ല ചെമ്പാവരി ചോറിൻ്റെ കൂടെ പാവയ്ക്ക മസാല മാത്രമായിരുന്നു. ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോൾ ഇതുപോലെയൊക്കെ പാവയ്ക്ക കയ്യിലുണ്ടെങ്കിൽ കൂടുതൽ വിഭവങ്ങളൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മസാലയാണ് കേട്ടോ. നല്ല അടിപൊളി റെസിപ്പിയാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടോ പാവയ്ക്ക മസാല നമ്മൾ നിറച്ചതല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇഷ്ടമില്ലാത്തവരും കഴിച്ചു പോകും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.